ഇന്ന് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, AI അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി. കാരണം എല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, എല്ലാ ആൾക്കാരും ടെക്നോളജി ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും AI സഹായത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്നില്ല എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം ChatGPT ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ChatGPT, അതുപോലെ തന്നെ DeepSeek AI, അത് AI പുതിയൊരു ChatGPT പോലെ തന്നെ വന്നിട്ടുള്ള ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ ഫോട്ടോസും വീഡിയോസും ക്രിയേറ്റ് ചെയ്യുന്ന, ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന, ഡ്രോയിങ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ മാത്തമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരുന്ന ഒരുപാട് AI സോഫ്റ്റ്വെയറുകളും വെബ്സൈറ്റുകളും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായമില്ലാതെ ഇനി നമ്മുടെ ഫ്യൂച്ചർ പോവില്ല. കാരണം പണ്ടത്തെ പോലെയല്ല, ഒരു 7 വർഷം മുമ്പോ അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പൊന്നും അധികം ആൾക്കാർക്ക് AI കുറിച്ചിട്ട് അറിയില്ല. ഇന്നിപ്പോൾ എല്ലാവർക്കും AI അറിഞ്ഞു തുടങ്ങി, എല്ലാവരും അത് അനുഭവിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു ബഡ്ഡിങ് സ്റ്റേജിലാണ് ഇപ്പം എല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. AI മെഷീൻ ലേണിങ്ങിൻ്റെയും 3D പ്രിൻറ്റിങ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഡാറ്റ സയൻസ് പോലുള്ള ഒരുപാട് സാധ്യതകളാണ് ഇന്ന് IT മേഖലയിലുള്ളത്. അപ്പോൾ IT മേഖലയിലോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ, എക്സ്പെഷ്യലി കേരളത്തിലുള്ള കുട്ടികൾ കൂടുതലാണ്. IT ഒരു ജോബ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു IT മേഖലയിലോട്ട് ഓപ്പണിംഗ് കിട്ടുന്ന BCA എന്ന് പറയുന്ന കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. BCA എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയും. ഇതൊരു 3 ഇയേഴ്സ് ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്. ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന പല ഡൗട്ട്സും ഉണ്ട്. BCA എത്ര വർഷം പഠിക്കണം, ആർക്കൊക്കെ പഠിക്കാൻ പറ്റും, എന്തെല്ലാമാണ് ഇതിൻ്റെ സിലബസ് ഉള്ളത്, ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള സാലറി പ്ലസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ടായിരിക്കും, ഇത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് BCA റെഗുലർ ആയിട്ടും പഠിക്കാൻ പറ്റും, പ്രൊഫഷണൽ ആയിട്ടും പഠിക്കാൻ പറ്റും, എന്താണ് ഇതിൻ്റെയൊക്കെ മാറ്റം, എന്നിങ്ങനെ ഇത് പ്ലേസ്മെന്റ് കിട്ടാൻ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, കേരളത്തിൽ ഏതൊക്കെ കോളേജസ് ഉണ്ട്, ഇതുപോലെ BCA കുറിച്ചിട്ട് ഒരു കുട്ടിക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും ആഫ്റ്റർ +2 മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. BCA എന്ന് പറയുന്നത് ഒരു 3 ഇയേഴ്സ് ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രൊഫഷണൽ ഡിഗ്രി തന്നെയാണ്. IT മേഖലയിലോട്ട് ഇപ്പോൾ +2 സയൻസ് പഠിക്കണമെന്ന് ഒരു നിർബന്ധമല്ല BCA പഠിക്കാൻ. ചില യൂണിവേഴ്സിറ്റീസും ചില കോളേജസും +2 സയൻസ് ചോദിക്കുന്നുണ്ട്. എന്നാൽ തന്നെ ഇന്ത്യയിലുള്ള ഭൂരിഭാഗം യൂണിവേഴ്സിറ്റിയിലും എനി +2 സ്ട്രീമുള്ള കുട്ടികൾക്ക് BCA പഠിക്കാൻ പറ്റും. അതിനർത്ഥം +2 കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, എത്തിക്കൽ ഹാക്കിംഗ് ഇതുപോലത്തെ IT മേഖലയിലെ വിവിധ ഏരിയയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ കോഴ്സാണ് BCA എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സയൻസ് കഴിഞ്ഞ കുട്ടികൾക്കും ചെയ്യാൻ പറ്റും. BCAയും BTechഉം BSc കമ്പ്യൂട്ടർ സയൻസും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പ്രൈമറി വ്യത്യാസം എന്ന് പറയുന്നത് BCA കുറച്ചും കൂടി ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ BCAയിൽ മാത്തമാറ്റിക്സ് കുറവായിരിക്കും. അതുകൊണ്ടാണ് പല യൂണിവേഴ്സിറ്റീസും സയൻസ് നിർബന്ധമല്ല എന്ന് പറയുന്നത്. എന്നാൽ തന്നെ ചില യൂണിവേഴ്സിറ്റീസ് സയൻസിന് നിർബന്ധമാണ്. സയൻസ് പഠിച്ച കുട്ടികൾക്കാണ് ഇതിനുള്ള എലിജിബിലിറ്റി ചില യൂണിവേഴ്സിറ്റി കിട്ടുന്നത്. എന്നാൽ മെജോറിറ്റി ഓഫ് യൂണിവേഴ്സിറ്റീസിലും സയൻസ് നിർബന്ധമല്ല. BCA എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 3 ഇയേഴ്സ് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോണേഴ്സ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. BCA പഠിക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത്, ഒന്ന് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. CUET എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിൽ വരുന്ന കോളേജസിൽ നമുക്ക് പഠിക്കാൻ പറ്റും. രണ്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ MG യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് BCA പഠിക്കാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BCA മാത്രം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, അത് BCA ഉള്ള കോളേജസിന്റെ എണ്ണം നോക്കുമ്പോൾ ഒരു 200 to 260 280ഓളം കോളേജസ് കേരളത്തിൽ ടോട്ടലി ഉണ്ട്. നിങ്ങൾ ഇത്രയും കോളേജസ് നിന്ന് മിനിമം ഒരു 30 കുട്ടികൾ വെച്ച് പഠിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ബൾക്ക് നമ്പർ ഓഫ് കുട്ടികൾ ഇന്ന് കേരളത്തിൽ ഇത് മാത്രം പഠിച്ചിറങ്ങുന്നുണ്ട്. അത് ഞാൻ ഇതിന്റെ ഡിഫറൻസ് പറഞ്ഞുതരാം. അതായത് BCA എങ്ങനെ ജോബ് ഓറിയന്റഡ് ആക്കിയിട്ട് മാറ്റാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കോളേജസും ഇത്രയും സ്റ്റുഡൻസും ബൾക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസും BCA പഠിക്കുന്നുണ്ട്. BBA
BBA BCom ഒക്കെ പോലെ ഇതൊക്കെ ജനറലി ചെയ്യാൻ പറ്റുന്ന ഡിഗ്രികളാണ്. പക്ഷേ കേരളത്തിലുള്ള പല യൂണിവേഴ്സിറ്റീസിലും +2 നമ്മൾ ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ അല്ലെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സോ പഠിച്ചിരിക്കണം. ചില യൂണിവേഴ്സിറ്റിയിൽ +2 സയൻസ് നിർബന്ധമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റിയിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. BCA പഠിക്കാൻ മിനിമം പെർസെൻറ്റേജ് മാർക്ക് വേണ്ടത്, എലിജിബിലിറ്റി മാർക്ക് വേണ്ടത് ഒരു 50-55% മാർക്കുള്ള കുട്ടികൾക്ക്, അത് യൂണിവേഴ്സിറ്റി അനുസരിച്ച് ഡിഫറൻസ് വരും, മാർക്കുള്ള കുട്ടികൾക്ക് BCA പഠിക്കാൻ എലിജിബിൾ ആണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലോട്ട്മെന്റ് അനുസരിച്ചിട്ട് നമുക്ക് ഇതിനുള്ള അഡ്മിഷൻസ് കിട്ടും. BCA നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് പറയുന്നത് നമുക്ക് BCA റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റും. 2 എന്ന് പറയുന്നത് BCA പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ കാലത്ത് ഞാൻ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, 3D പ്രിന്റിംഗ് ടെക്നോളജി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഡാറ്റ സയന്റിസ്റ്റ് പോലുള്ള ബിഗ് ഡാറ്റ അനലിറ്റിക്സ് പോലുള്ള ഒരുപാട് വൈഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ BCAയിലൂടെ നമുക്ക് ചെയ്ത് അതാത് ഏരിയാസിൽ നമുക്ക് എക്സ്പെർട്ടൈസ് ആവാൻ പറ്റും. TCS അതായത് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, IBM കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഇതുപോലത്തെ മൾട്ടിനാഷണൽ കമ്പനീസ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ വാല്യൂ കൂടും. കാരണം ഇതൊക്കെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് IT കമ്പനികളാണ്. BCA റെഗുലർ പഠിക്കുന്നതും BCA പ്രൊഫഷണൽ പഠിക്കുന്നതും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇനി ഒരു ജോബിലോട്ട് പോകുന്ന സമയത്ത്, കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ജോബിലോട്ട് പോകുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ BCA റെഗുലർ പഠിച്ച ഒരു കുട്ടിയുടെ സർട്ടിഫിക്കറ്റിലേറെ വാല്യൂ കൂടാനും സ്കിൽ സെറ്റ് കൂടാനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ നോളജ് കൂടാനും ചാൻസ് ഉണ്ടാവുന്നത് എപ്പോഴും BCA പ്രൊഫഷണൽസിനായിരിക്കും. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു മാറ്റം. പിന്നെ ഇതുപോലത്തെ കോഴ്സ്, പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കുമ്പോൾ നമുക്ക് ഇന്റേൺഷിപ്പും അതുപോലെ തന്നെ ട്രെയിനിങ്ങും കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് BCA റെഗുലറും പ്രൊഫഷണലും തമ്മിൽ പഠിക്കുമ്പോഴുള്ള മാറ്റം. പിന്നെ റെഗുലർ പഠിച്ച കുട്ടികൾ കൂടുതലും റെഗുലർ കഴിഞ്ഞതിന് ശേഷം പ്രൊഫഷണൽ ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും 1-2 വർഷം ആഡ് ഓൺ പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. ഇത് പ്രൊഫഷണൽ പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു വർഷം കൂടി സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ ബേസിക് മാറ്റം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ BCA പഠിക്കുമ്പോൾ എല്ലാ കോഴ്സും പഠിക്കുന്ന പോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ പഠിക്കണം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് UGCയുടെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. കോഴ്സ് ഡ്യൂറേഷനും സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ഇപ്പോൾ സിലബസിന്റെ കാര്യം വരുമ്പോൾ BCA എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് പഠിക്കാണ്ടാവുക ഫണ്ടമെന്റൽ ഓഫ് കമ്പ്യൂട്ടേഴ്സ് പഠിക്കാണ്ടാവും. മെയിനായിട്ട് നമുക്ക് പഠിക്കാം, ഇതൊരു ഇൻഡസ്ട്രി ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്. BCA എന്ന് പറയുമ്പോൾ ബേസിക്കലി തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സ് ആയിട്ടുള്ള BSc കമ്പ്യൂട്ടർ സയൻസിന്റെയും അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സ് ആയിട്ടുള്ള BTech കമ്പ്യൂട്ടർ സയൻസിന്റെയും കോർ സബ്ജക്റ്റുകളാണ് BCAയിൽ പഠിക്കാണ്ടാവുക. അതായത് ഇതൊരു ഇൻഡസ്ട്രി ഫോക്കസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സ് ആണ്. BCA പഠിക്കുമ്പോൾ മെയിനായിട്ട് നമുക്ക് പഠിക്കാണ്ടാവുക പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ C++, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ ബേസിക് മാത്തമാറ്റിക്സ് കുറവായിരിക്കും ഇതിൽ പഠിക്കേണ്ടാവുക. വെബ് ടെക്നോളജിയിൽ HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ഒക്കെ വരും. പിന്നെ പൈത്തൺ പ്രോഗ്രാമിങ്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്, പിന്നെ ബേസിക് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പഠിക്കാണ്ടാവും. പിന്നെ ഡാറ്റ സയൻസിനെ കുറിച്ചിട്ട് പഠിക്കാണ്ടാവും, മെഷീൻ ലേണിംഗ്, ഇങ്ങനത്തെ കോറായിട്ടുള്ള സബ്ജക്റ്റുകളും അതിൻ്റെ കൂടെ മൈനർ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റും അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം മേജർ പ്രൊജക്റ്റും സിലബസിന്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റി അനുസരിച്ചിട്ട് സിലബസിൽ മാറ്റം വരും. മെയിൻലി ഉണ്ടാവുന്നത് ഒരു മൈനർ പ്രൊജക്റ്റ് ഉണ്ടാവും, ഒരു മേജർ പ്രൊജക്റ്റ് നമുക്ക് ചെയ്യേണ്ടി വരും ഈ 3 വർഷത്തെ കോഴ്സ് കഴിയുന്നതിന് മുമ്പ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നല്ല സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ പ്ലേസ്മെന്റോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് BCAയുടെ സിലബസിൽ വരുന്നത്. അപ്പൊ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ, ഇപ്പൊ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് നോച്ച് കോളേജസും അതുപോലെ തന്നെ ഇതുപോലത്തെ ഏറ്റവും ടോപ്പ് NMCs കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഉള്ള കോളേജസ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ഏറ്റവും ടോപ്പ് കോളേജസ് ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇനി അതല്ല ഡീംഡ് യൂണിവേഴ്സിറ്റീസിലോട്ട് നോക്കുമ്പോൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, സെന്റ് ജോസഫ് യൂണിവേഴ്സിറ്റി, ക്രിസ്തു ജയന്തി അല്ലെങ്കിൽ SRM അല്ലെങ്കിൽ നമ്മുടെ മണിപ്പാൽ, ഇതുപോലത്തെ അമൃത കൊച്ചി അല്ലെങ്കിൽ അമൃതയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിന്റെ അണ്ടറിൽ വരുന്ന ഏറ്റവും ടോപ്പ് കോളേജസ് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ മെയിൻലി നോക്കേണ്ടത് പ്ലേസ്മെന്റ് റെക്കോർഡ്സ് ആണ്. ഏതൊക്കെ കോളേജിൽ എത്ര പ്ലേസ്മെന്റ് പോയിട്ടുണ്ട് എന്നാണ് മെയിൻലി നോക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ സിലബസിൽ വരുന്നത്. പിന്നെ കൂടുതൽ കുട്ടികളും ചോദിക്കുന്ന ചോദ്യമാണ് BCA കഴിഞ്ഞതിന് ശേഷം
പിന്നെ നമുക്ക് PG ലെവലിലോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് എത്രത്തോളം ഉണ്ടെന്ന്. BCA റെഗുലർ പഠിച്ച കുട്ടികൾക്ക് BCA കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ അവർക്ക് സർട്ടിഫൈഡ് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡാറ്റാ സയൻസ് പോലുള്ള ആഡ് ഓൺ പ്രോഗ്രാംസുകൾ ഉണ്ടല്ലോ. ഇങ്ങനത്തെ പ്രോഗ്രാംസുകൾ ഇവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ PG ഡിപ്ലോമ പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ PG പ്രോഗ്രാമിലോ ഇവർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് റെഗുലർ പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ MCA, മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പോലുള്ള ഡിഗ്രികളാണ് ഇതുമായിട്ട് അനുബന്ധപ്പെട്ട ഡിഗ്രീസ് ഉള്ളത്. പിന്നെ BCA പ്രൊഫഷണൽ കഴിഞ്ഞ കുട്ടികൾക്ക് ഇതേപോലെ പ്ലേസ്മെന്റിലോട്ട് പോവാം. ഇതുപോലെ തന്നെ MCA ചെയ്യാം. ബേസിക്കലി BCA കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹയർ എഡ്യൂക്കേഷൻ, BCAന്റെ ഒരു ഹയർ എഡ്യൂക്കേഷൻ വേർഷൻ ആണ് MCA എന്ന് പറയുന്നത്, മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയും. MCA കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഹൈലി സാലറിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. MCA അത്യാവശ്യം നല്ല ടഫാണ് കേട്ടോ BCA ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. MCA എല്ലാ കുട്ടികളും അതുപോലെ പാസ് ആവണമെന്നില്ല, കാരണം അത്രത്തോളം ടഫാണ് MCA പഠിച്ചിറങ്ങാൻ. BCA ടഫ് അല്ല എന്നല്ല പറയുന്നത്. BCA BSc കമ്പ്യൂട്ടർ സയൻസും BTech കമ്പ്യൂട്ടർ സയൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റർ ആയിട്ടുള്ള സബ്ജക്റ്റുകളും ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടാണ് സബ്ജക്ട് അല്ലെങ്കിൽ സിലബസ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ബേസിക് ഡിഫറൻസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ BCA കഴിഞ്ഞതിന് ശേഷം ജോലിയിലോട്ട് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും? ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന വേറൊരു ചോദ്യമാണത്. BCA കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കുന്ന സ്ഥാപനം നല്ലതാണെന്നുണ്ടെങ്കിൽ പ്ലേസ്മെന്റ് കിട്ടാനും നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് പല പല IT കമ്പനികൾ, ഇപ്പോൾ ഗൂഗിളോ TCSോ മൈക്രോസോഫ്റ്റോ IBMോ ഒറാക്കിളോ ആക്സെഞ്ചറോ HP, ഡെല്ല്, അങ്ങനെ ഒരുപാട് IT കമ്പനികളുണ്ട്. ഒരുപാട് IT അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് കമ്പനികളുണ്ട്. ഇങ്ങനത്തെ IT അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും. ഒന്നാമത് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത് നമ്മളായിട്ട് ജോലി കണ്ടുപിടിക്കണം. BCA കഴിഞ്ഞതിന് ശേഷം നമ്മളായിട്ട് എന്ത് ചെയ്യണം? ജോലികൾ തപ്പി കണ്ടുപിടിച്ച് ഇന്റർവ്യൂവിന് പോയി നമ്മുടെ സ്കില്ലും നമ്മുടെ പൊട്ടൻഷ്യലും അനുസരിച്ച് നമ്മൾ ജോലിക്ക് കയറണം. വേറൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. ഇതെന്ന് പറയുന്നത് IT കോഴ്സ് ആണ്. IT കോഴ്സിന്റെ ഏറ്റവും പ്രത്യേകത മെഡിക്കൽ കോഴ്സസ് പോലെ നമുക്കൊരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഇത് ടെക്നോളജി മേഖലയാണ്. നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അപ്ഡേഷൻസ്, കാരണം നമ്മളൊരു ബേസ് കാര്യങ്ങളായിരിക്കും ബേസിക്കലി പഠിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതൊരു സ്കിൽ ഓറിയന്റഡ് കോഴ്സാണ്. പിന്നെ സാലറി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷനും ഓരോരുത്തരുടെ പൊട്ടൻഷ്യലും അനുസരിച്ചിട്ട് സാലറി വരും. ഇപ്പോൾ ബേസിക് ആയിട്ട് എങ്ങനെ പോയാലും BCA കംപ്ലീറ്റ് ആയാൽ ഒരു 20 to 30 ഉള്ളിൽ സാലറി കിട്ടും പെർ മന്ത്. 20,000 രൂപ മുതൽ 30,000 രൂപ ബേസിക് സാലറി കിട്ടും. പിന്നെ സ്കില്ല് അനുസരിച്ചിട്ട് ഇപ്പോൾ പഠിച്ചത് നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ്. ചില ആൾക്കാർക്ക് 20 കിട്ടും, ചില ആൾക്കാർക്ക് 30 കിട്ടും, ചിലപ്പോൾ ചില ആൾക്കാർക്ക് 1 ലക്ഷം 2 ലക്ഷം കിട്ടുന്ന ആൾക്കാരുണ്ട് BCA കഴിഞ്ഞതിന് ശേഷം. അത് നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരുടെ ഇന്റേണൽ സ്കില്ല് അനുസരിച്ചിട്ടാണ് പല കമ്പനികളും സാലറി പ്രൊവൈഡ് ചെയ്യുക. ഇതൊരു സ്കിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ സ്കില്ലിന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ട ഒരു കോഴ്സാണ് BCA എന്ന് പറയുന്നത്. അപ്പോൾ BCAനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാനോ, BCA ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിലും അതുപോലെ തന്നെ ഇപ്പോൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ക്രിസ്തു ജയന്തി, സെന്റ് ജോസഫ് യൂണിവേഴ്സിറ്റി പോലുള്ള വിവിധ യൂണിവേഴ്സിറ്റീസിലും അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് പ്രൈവറ്റ് കോളേജസിലും എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത്, ഇതിന്റെ കംപ്ലീറ്റ് അഡ്മിഷൻ ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് BCAനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്, ഇതിന്റെ അഡ്മിഷൻ എങ്ങനെയാണ് കിട്ടുന്നത്, അഡ്മിഷൻ ഗൈഡൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ താഴെ ഞങ്ങളുടെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്നും വിദഗ്ധ കരിയർ കൗൺസിലേഴ്സ് നിങ്ങളെ വിളിച്ചിട്ട് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. BCA, BTech കമ്പ്യൂട്ടർ സയൻസ്, BSc കമ്പ്യൂട്ടർ സയൻസിന്റെ കമ്പാരിസൺ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രീവിയസ് വീഡിയോസും കാര്യങ്ങളൊക്കെ വാച്ച് ഔട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.